എണ്ണിപ്പറക്കി 100 രൂപയ്ക്ക് 10 കൊഞ്ച് കിട്ടി. ആ കൊഞ്ച് കിട്ടിയപ്പോൾ ഞാൻ വെച്ച് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അധികം മസാലയൊന്നും ഇല്ലാതെ ഒന്ന് സെറ്റ് ചെയ്ത് ഏട്ടൻ കൊഞ്ച് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഏട്ടന് കുക്കർ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് ചിക്കൻ വെച്ച്. അപ്പോൾ ഏട്ടന് വലിയ അരിയും ഞങ്ങൾക്ക് കുഞ്ഞരിയും വെച്ച്. പണ്ടൊക്കെ ആണെങ്കിൽ കൊഞ്ച് കിട്ടി കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ കറിയിൽ നിന്ന് എണ്ണിപ്പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു അമ്മ മനസ്സായതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് കൊടുക്കണമല്ലോ. 10 എണ്ണം ഉണ്ടെങ്കിൽ 9 എണ്ണം കുഞ്ഞിന് കൊടുക്കണം. അങ്ങനെ പിന്നെ അധികം എരിയൊന്നും ഇല്ലാണ്ട് ഞാൻ ആ പാനിൽ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയൊക്കെ വഴറ്റി യാശു എൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് കുഞ്ഞിനെ ഇതിൻ്റെ ഇടയ്ക്ക് കിടത്തി ഉറക്കിയാലേ എനിക്ക് സമാധാനമായിട്ടൊന്ന് ദം ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി മസാലയൊക്കെ ഇട്ട് ഒന്നിതായി വന്നപ്പോഴത്തേനും ഞാനത് കൊഞ്ചും ഇട്ട് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്ത് കുഞ്ഞിനെ കണ്ട് ഉറക്കി. പിന്നെ വന്നിട്ട് നേരെ കുറച്ച് ക്രീമും ഒക്കെ ഒഴിച്ച് കുറച്ച് ഗ്രേവിയൊക്കെ ആക്കി എടുത്തിട്ട് നമുക്ക് ദം ചെയ്യാനുള്ള പാത്രമൊക്കെ എടുത്ത് അതിലൊന്ന് സെറ്റ് ചെയ്ത്. പിന്നെ അണ്ടിപ്പരിപ്പ് വെച്ച് ഇവിടെ മുതലാവാത്തത് കൊണ്ട് തന്നെ ആർക്കും വേണ്ടാത്ത മുന്തിരിങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അതിന് എനിക്ക് വേണം. അത് ഞാൻ എടുത്ത് നമ്മുടെ സലാഡും പപ്പടമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തപ്പോഴത്തേന് ഏട്ടൻ്റെ കുക്കർ ബിരിയാണി റെഡിയായി വന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് 2 കീഞ്ഞ കൊഞ്ചും എടുത്ത് പപ്പടവും മുട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഏട്ടനും കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ശരി, എന്നാൽ ടാറ്റാ.